അപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ആൾ ഒരു നേരെ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ളൊരു അവസ്ഥയാണ്. അദ്ദേഹത്തിന് ചോദിക്കുന്നതിനൊന്നും വ്യക്തമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഓർമ്മയും ബുദ്ധിയൊക്കെ നശിച്ചു പോയതുപോലെ നിൽക്കുന്നു. കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നുമില്ല. അപ്പോൾ ഇത് മദ്യം തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. 2 പ്രശ്നങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന്, നിരന്തരമായി മദ്യം കഴിക്കുന്ന ഈ വ്യക്തി അതിൻ്റെ കൂടെ കുറച്ച് നോൺ വെജിറ്റേറിയൻ വിഭാഗത്തിൽപ്പെടുന്ന മാംസ വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ഭക്ഷ്യ വസ്തുക്കൾ മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. മറ്റു കാര്യങ്ങൾ, പച്ചക്കറികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കുറേ നാളായിട്ട് കഴിക്കുന്നതേയില്ല. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ആവശ്യമാണ്. ഇതിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ, തലച്ചോറിൽ ഇതിൻ്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിൽ ചില തകരാറുകൾ വരും. അതിനെയാണ് വെർണിക്കേസ് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. വെർണിക്കേസ് എൻസെഫലോപ്പതി ഉള്ളൊരു വ്യക്തിക്ക് ഒരു സമ്പൂർണ്ണമായ ഒരു സ്ഥലകാല ബോധമില്ലായ്മ, ഓർമ്മയില്ല, പറയുന്ന കാര്യങ്ങളൊന്നും ലെക്കില്ല, ലെവലില്ല, അങ്ങനത്തെ സംസാരമായിരിക്കും. കണ്ണുകൾ ചലിപ്പിക്കാൻ പറ്റില്ല, സൈഡിലോട്ട് കണ്ണുകൾ അനക്കാൻ പറ്റില്ല, നടക്കുമ്പോൾ ആടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇദ്ദേഹത്തിനുണ്ട്. ഇതിനോടൊപ്പം നിരന്തരമായി മദ്യം കഴിച്ചിട്ട് പെട്ടെന്ന് മദ്യം നിർത്തേണ്ടി വന്നപ്പോൾ ഉണ്ടാകുന്ന ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, ആ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഫലമായി ഡെലീരിയം എന്നൊരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും കൂടെ ഒത്തുചേർന്നപ്പോൾ ഉണ്ടായൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ തയമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ വലിയ അളവിൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലേക്ക് എത്തൂ.